മനുഷ്യന്റെ പ്രപഞ്ചവീക്ഷണത്തിന് അവന്റെ ദൈവവിശ്വാസവുമായി ബന്ധമുണ്ട്. അവൻ തൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ തിരിച്ചറിയുന്ന ഈ ലോകത്തെക്കുറിച്ചുള്ള വിശാലമായ ചിത്രവും അതിനുമപ്പുറം അവൻ്റെ ചിന്താശേഷി കൊണ്ട് വിവേചിച്ചറിയുന്ന അടിസ്ഥാന ആശയങ്ങളും ദൈവവിശ്വാസത്തിനും ആത്മീയ കാഴ്ചപ്പാടുകൾക്കും ശക്തി പകരുന്നു. കൂടുതൽ ആഴത്തിൽ ഈ സൃഷ്ടപ്രപഞ്ചത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരിൽ മോശമല്ലാത്ത ഒരു വിഭാഗം താരതമ്യേന കൂടുതൽ ആഴമേറിയ ദൈവവിശ്വാസമുള്ളവരായിരിക്കും. ആനുകാലികമായ ശാസ്ത്രീയ ദർശനങ്ങളും ആധുനിക സിദ്ധാന്തങ്ങളും പോലും ദൈവമെന്ന അനന്തശക്തിയുടെ സാന്നിധ്യത്തെ ഉറപ്പിക്കുന്നതായി വിലയിരുത്തുന്ന അനേകം ചിന്തകരുണ്ട്. അത്തരത്തിൽ തുറന്ന മനസ്സോടെ ശാസ്ത്രത്തെയും ആത്മീയ കാഴ്ചപ്പാടുകളെയും സമീപിക്കുന്ന അനേകർ അനേകായിരങ്ങളെ സ്വാധീനിക്കും വിധം തികഞ്ഞ ആത്മീയരായി നമുക്ക് മുന്നിൽ ജീവിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ ഗവേഷണ വഴികളിൽ വിഭിന്നങ്ങളായ ആശയ സംഹിതകളുടെയും വ്യത്യസ്ത കാഴ്ചപ്പാടുകളുടെയും പിൻബലത്തിൽ മുന്നേറിയ അനേകരുണ്ട്. വിഖ്യാതരായ ശാസ്ത്രജ്ഞരും ശാസ്ത്രചിന്തകരും തങ്ങളുടെ തനതായ ബോധ്യങ്ങളിലൂടെ സഞ്ചരിച്ചവരാണ്. ഓരോ കാലത്തെയും ശാസ്ത്രചിന്തകരുടെ പൊതുവായ ധാരണകൾക്ക് വിരുദ്ധമായ ചിന്താവിധികൾ തെളിച്ചു മുന്നേറി വ്യത്യസ്തമായ ആശയങ്ങൾ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ശാസ്ത്രജ്ഞരും ഏറെയുണ്ട്. അവരിൽ ചിലർ ദൈവിക സങ്കല്പങ്ങളെ നിഷേധിച്ചവരും ദൈവവിശ്വാസത്തെ ചോദ്യം ചെയ്തവരുമാണ്. അവരിൽ പ്രധാനിയായ ആധുനിക ഭൗതിക ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. അദ്ദേഹത്തിൻ്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ഗ്രന്ഥത്തിലൂടെ അവതരിപ്പിക്കപ്പെട്ട ചില പ്രധാന ആശയങ്ങളെയും അതിർത്തിരഹിത പ്രപഞ്ചവീക്ഷണത്തെയും നാം ഇവിടെ ചിന്താവിഷയമാക്കുന്നു. ആധുനിക ശാസ്ത്രചരിത്രത്തിൽ വിപ്ലവകരമായ ഇടപെടലുകളോടെ ശ്രദ്ധേയനായ പ്രഗത്ഭനായ ശാസ്ത്രജ്ഞനാണ് സ്റ്റീഫൻ ഹോക്കിംഗ്. ജീവിതവും ശാസ്ത്രീയ നേട്ടങ്ങളും കൊണ്ട് വ്യത്യസ്തനായിരുന്ന അദ്ദേഹം കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ സൈദ്ധാന്തിക പ്രപഞ്ചവിജ്ഞാനീയ കേന്ദ്രത്തിൻ്റെ തലവനായിരുന്നു. കാംബ്രിഡ്ജിൽ ഗവേഷണ വിദ്യാർത്ഥിയായിരിക്കെ നാഡികളെ തളർത്തുന്ന മോട്ടോർ ന്യൂറോൺ ഡിസീസ് എന്ന ഗുരുതരമായ രോഗബാധയെ തുടർന്ന് പിൽക്കാലത്ത് ഏറിയ പങ്കും യന്ത്രങ്ങളുടെ സഹായത്തോടെയാണ് അദ്ദേഹം ജീവിച്ചത്. ആധുനിക ശാസ്ത്രചിന്തകന്മാർക്കിടയിലെ ദൈവനിഷേധികളിൽ പ്രധാനിയായും അറിയപ്പെട്ടിരുന്ന അദ്ദേഹം തൻ്റെ വിഖ്യാതമായ രചനകളിലൂടെ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിഷേധിച്ചിട്ടുണ്ട്. 1988 പ്രസിദ്ധീകരിക്കപ്പെട്ട എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്ന ഗ്രന്ഥം അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ രചനകളിലൊന്നാണ്. തൻ്റെ സ്വന്തമായ പ്രപഞ്ചവീക്ഷണത്തിൻ്റെയും കാഴ്ചപ്പാടുകളുടെയും വെളിച്ചത്തിൽ അദ്ദേഹം ആ ഗ്രന്ഥത്തിലൂടെ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ച ആശയങ്ങൾ ഇന്നും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ വിഖ്യാതമായ പുസ്തകം നമുക്കറിയാം, എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈം എന്നുള്ളതാ. സമയത്തിൻ്റെ സംക്ഷിപ്ത ചരിത്രം എന്ന് പറയും. ഈ പുസ്തകം ഒരു ബെസ്റ്റ് സെല്ലറായിരുന്നു ഒരു കാലത്ത്, പ്രത്യേകിച്ച് 1980s. ഈ പുസ്തകത്തിൻ്റെ മുഖവുര എഴുതിയിരിക്കുന്നത് കാൾ സേഗൻ, ജനപ്രിയ ശാസ്ത്രകാരനും പോപ്പുലർ സയൻസ് റൈറ്ററുമൊക്കെയായ അമേരിക്കൻ എഴുത്തുകാരൻ കാൾ സേഗനായിരുന്നു. ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തെക്കാളും ഈ പുസ്തകത്തെ പ്രശസ്തമാക്കിയിരിക്കുന്നത് കാൾ സേഗൻ്റെ മുഖവുരയാണെന്ന് നിരൂപകരൊക്കെ പറയുന്നത്. കാരണം ഇതിൻ്റെ മുഖവുരയിൽ സേഗൻ ഇങ്ങനെ പറയുന്നുണ്ട്, ദിസ് ഈസ് എ ബുക്ക് അബൌട്ട് ഗോഡ്, എ ബുക്ക് അബൌട്ട് ദി നോൺ എക്സിസ്റ്റൻസ് ഓഫ് ഗോഡ്. ദ വേർഡ് ഗോഡ് ഫിൽസ് ഈച്ച് പേജ് ഓഫ് ദിസ് ബുക്ക്. ഇത് ദൈവത്തെ പറ്റിയുള്ള ഒരു പുസ്തകമാണ്.
ദൈവത്തിൻ്റെ അസ്തിത്വമില്ലായ്മയെക്കുറിച്ചുള്ള പുസ്തകമാണ്. ഈ പുസ്തകത്തിൻ്റെ ഓരോ പേജിലും ദൈവം നിറഞ്ഞു നിൽപ്പുണ്ട് എന്ന്. ഇത് വളരെ പോപ്പുലറായിരുന്നു ഈ പ്രസ്താവന. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ദശലക്ഷക്കണക്കിന് കോപ്പികൾ ലോകമെമ്പാടും വിറ്റഴിയുവാൻ ഇടയായി. ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിൻ്റെ ഒരു കോപ്പി മേശയിൽ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് വിദ്യാഭ്യാസമുള്ള ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഒരു പരിഷ്കാരം തന്നെയായിരുന്നു ഒരു കാലഘട്ടത്തിൽ. സമയവും പ്രപഞ്ചവും കാലവുമെല്ലാം സമ്മേളിച്ച തൻ്റെ അത്ഭുതകരമായ ചിന്താലോകത്ത് നിന്നുകൊണ്ട് ഭൗതിക പ്രപഞ്ചത്തിൻ്റെ ചലന നിയമങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ഏകീകൃത സിദ്ധാന്തം രൂപപ്പെടുത്താനുള്ള ചരിത്രപരമായ അന്വേഷണമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം. ബയോളജിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്. അതായത് കണങ്ങളുടെ അല്ലെങ്കിൽ രാസവസ്തുക്കളുടെ കെമിസ്ട്രിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഫിസിക്സാണ്. അപ്പോൾ ഫിസിക്സിലാണ് പ്രൊഫസർ ഹോക്കിംഗ് ഉൾപ്പെടെയുള്ളവർ വിശ്വാസം അർപ്പിച്ചിരുന്നത്. അപ്പം ഫസ്റ്റ് പ്രിൻസിപ്പിളിൽ നിന്നും നാച്ചുറൽ ലോസിൽ നിന്നും നമ്മുടെ മറ്റു കാര്യങ്ങളെല്ലാം വിവരിക്കാൻ സാധിക്കും. അതിനൊരു എക്സ്റ്റേണൽ ഏജൻസി നിന്നിട്ട് ഇപ്പോൾ ക്വാണ്ടത്തിലെ ഈ ഒരു അൺസർട്ടനിറ്റീസൊക്കെ അദ്ദേഹം ഡിസൈഡ് ചെയ്തിട്ട് ഈ രീതിയിലുള്ള ഘടനകൾ ഉണ്ടാക്കുന്നു എന്ന് കരുതുന്നതിന് പകരം നമുക്ക് നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്തുകൊണ്ട് എടുത്തുകൂടാ? അദ്ദേഹം ഒരു വലിയ ദാർശനികൻ തന്നെയാണ്. പ്രൊഫസർ സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത് ദർശനത്തിലെ ഏറ്റവും പ്രമുഖമായ ആശയങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഉള്ള വിവരണങ്ങളാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വിറ്റ്ഗൻസ്റ്റൈൻ്റെ ആശയങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കാൾ പോപ്പറിൻ്റെ ആശയങ്ങളൊക്കെ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിനെ പിന്താങ്ങിയിട്ടുണ്ട്. അപ്പം ദാർശനികമായിട്ടുള്ള കാഴ്ചപ്പാടും അദ്ദേഹത്തിന് വളരെ നല്ലൊരു ദാർശനികന് മാത്രമേ ഒരു പ്രപഞ്ചവിജ്ഞാനീയ ഗവേഷകനാകാൻ സാധിക്കുകയുള്ളൂ. കാരണം സയൻസിലെ ആ ഒരു ഡ്രൈ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് പ്രപഞ്ചവിജ്ഞാനീയത്തിലെ കൺസെപ്റ്റ്സിനെ വിപുലീകരിക്കാൻ പറ്റത്തില്ല. നല്ലൊരു ദാർശനികനായെങ്കിൽ മാത്രമേ അത് നടക്കത്തുള്ളൂ. പക്ഷേ ദാർശനികനാണ് പരിമിതികളുള്ളത്. കാരണം ദാർശനികന് അലൗബിളായിട്ടുള്ള ആ ഒരു മേഖലകളിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഒരു കോസ്മോളജിസ്റ്റിന് കോസ്മോളജിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൂടെയും സഞ്ചരിക്കാം, ദർശനത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിലൂടെയും സഞ്ചരിക്കാം. അപ്പം ഹോക്കിങ്ങിനെ പോലെയുള്ളവരുടെ മാഗ്നിറ്റ്യൂഡ് വളരെ വലുതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ആശയങ്ങൾക്കും ആ രീതിയിലുള്ള സാന്ദ്രതയുമുണ്ട്, പ്രാധാന്യവുമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ടോപ്പ് ഡൗൺ കോസ്മോളജിയെക്കുറിച്ച് പറഞ്ഞത്. നമ്മൾ തന്നെയാണ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാക്കൾ എന്ന് പറഞ്ഞത്. ആദ്യ ഗ്രന്ഥമായ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിൽ അദ്ദേഹം അവതരിപ്പിച്ചത് അതിർത്തികളില്ലാത്ത ഒരു പ്രപഞ്ചത്തിൻ്റെയും കാലത്തിൻ്റെയും തത്വശാസ്ത്രം കൂടിയാണ്. പ്രപഞ്ചത്തിന് ഒരാരംഭം ഉണ്ടായിരുന്നിടത്തോളം അതിന് ഒരു സൃഷ്ടാവുണ്ടെന്ന് നമുക്ക് അനുമാനിക്കാം. പക്ഷേ പ്രപഞ്ചം പൂർണ്ണമായും അതിൽ തന്നെ ഉള്ളടങ്ങിയിരിക്കുന്നെങ്കിൽ അതിന് ആരംഭവും അന്ത്യവുമില്ല. പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ കേവലം ആയിരിക്കുക എന്നുള്ളതാണ്. ഒരു സൃഷ്ടാവിന് പിന്നെ എന്ത് സ്ഥാനമാണുള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഹോക്കിങ്ങിൻ്റെ സിദ്ധാന്തത്തെ വേണമെങ്കിൽ അതിർത്തിരഹിത സിദ്ധാന്തം എന്ന് വിശേഷിപ്പിക്കാം. അതിർത്തിയില്ലാത്ത പ്രപഞ്ചം. എന്തിൻ്റെ അതിർത്തിയില്ലായ്മ? സമയത്തിൻ്റെയും കാലത്തിൻ്റെയും അതിർത്തിയില്ലായ്മ. നോ ബൗണ്ടറി തിയറി. ഹോക്കിങ് ഒരു സിദ്ധാന്തം ഡെവലപ്പ് ചെയ്യുന്നു. ഈ സിദ്ധാന്ത പ്രകാരം സ്ഥലത്തിനും സ്പേസിനും ടൈമിനും ബിഗിനിങ് ഇല്ല. അതാണ് ഹോക്കിങ്ങിൻ്റെ സിദ്ധാന്തം. പ്രപഞ്ചം സമയത്തിൽ ആരംഭിച്ചതാണെങ്കിൽ ഇതിനൊരു ആരംഭകൻ്റെ ആവശ്യമുണ്ട്. സ്പേസിന് അതിർത്തിയുണ്ട്, ടൈമിന് അതിർത്തിയുണ്ട് എങ്കിൽ ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യം വരും. ഇനി സ്പേസിനും ടൈമിനും അതിർത്തി ഇല്ല എങ്കിലോ ഒരു സൃഷ്ടാവിൻ്റെ ആവശ്യമില്ല. അതാണ് ഹോക്കിങ്ങിൻ്റെ യുക്തി. ഇത് നമ്മൾ ബിഗ് ബാങ്ങുമായിട്ട് താരതമ്യം ചെയ്ത് പഠിക്കാം. ബിഗ് ബാങ് സിദ്ധാന്തം ചർച്ച ചെയ്തപ്പോൾ നമ്മൾ കണ്ടു, ബിഗ് ബാങ് സിദ്ധാന്തത്തിന് സ്പേസിനും ടൈമിനും ഒരു കേവലമായ ആരംഭമുണ്ട്. ഒരു സിംഗുലാരിറ്റിയിൽ നിന്നും ആരംഭിക്കുകയാണ്. അവിടെ അതിർത്തിയുണ്ട്. അതുകൊണ്ട് തന്നെ സ്പേസും ടൈമും വേണമെങ്കിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ വി എന്ന അക്ഷരം ഉപയോഗിച്ചുകൊണ്ട് സൂചിപ്പിക്കാം. വി എന്നുള്ള അക്ഷരം. വിയുടെ ബോട്ടം ലൈൻ നമുക്കറിയാം, അവിടെ 2 ഹാൻഡുകളുണ്ട് വിക്ക്. സ്പേസ്, ടൈം. സ്പേസും ടൈമും അതിർത്തിയിൽ ആരംഭിക്കുകയാണ്. അതിനൊരു ബോട്ടം പോയിൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ബിഗ് ബാങ്ങിന് ഒരു ക്രിയേറ്റർ വേണമെന്ന് പറയാം, സ്പേസിനും ടൈമിനും ആരംഭമുള്ളത് കൊണ്ട്. ഹോക്കിങ്ങിൻ്റെ നോ ബൗണ്ടറി തിയറിയിൽ അദ്ദേഹം പ്രപഞ്ചത്തിൻ്റെ ഈ വി സ്വഭാവം അങ്ങ് എടുത്തു മാറ്റി.
അതിന് തൽസ്ഥാനത്ത് യു എന്ന അക്ഷരം ഒന്ന് പ്രതിഷ്ഠിച്ച് നോക്കുക. യുവിന് ഒരു ബോട്ടം പോയിൻ്റ് ഇല്ല, സ്പേസും ടൈമും കൺവേർജ് ചെയ്യുന്ന പോയിൻ്റ് ഇല്ല, അതൊരു ആർച്ച് പോലെയാണ്. അതൊരു വൃത്തത്തിൻ്റെ ഭാഗമായിട്ട് കണക്കാക്കുക. ഈ വൃത്തത്തിന് എവിടെയോ ആരംഭമോ അവസാനമോ ഉണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെയാണ് ഹോക്കിങ് പ്രത്യേകമായ ചില ഗണിതശാസ്ത്ര മാതൃകകൾ അവതരിപ്പിച്ചുകൊണ്ട് സ്പേസിനും ടൈമിനും അതിർത്തിയില്ലാത്ത ഒരു പ്രപഞ്ചവിജ്ഞാനീയ സിദ്ധാന്തം ആവിഷ്കരിച്ചിരിക്കുകയാണ്. അതിനാണ് നോ ബൗണ്ടറി തിയറി എന്ന് പറയുന്നത്. മുഖ്യധാരാ ശാസ്ത്രചിന്തകരുടെ കാഴ്ചപ്പാടുകളിൽ നിന്ന് വ്യത്യസ്തമായ ചില അടിസ്ഥാന ആശയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് സ്റ്റീഫൻ ഹോക്കിംഗ് തൻ്റെ പഠനങ്ങളിൽ മുന്നേറിയത്. പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെ വിശദീകരിക്കുന്ന പല നിയമങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് കൂടുതൽ വിശാലമായി ഈ പ്രപഞ്ചത്തെ നിർവചിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. തൻ്റെ തനതായ ആശയങ്ങളെ വിശദീകരിക്കുന്നതിനായി സാങ്കല്പിക തത്വങ്ങളെയും ഉപയോഗിച്ചിരുന്ന അദ്ദേഹം ബഹുപ്രപഞ്ച സിദ്ധാന്തത്തിൻ്റെ പ്രചാരകനുമായിരുന്നു. ഭാവിയിൽ ഒറ്റ സമവാക്യത്താൽ പ്രപഞ്ചത്തെ വിശദീകരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ ശാസ്ത്രലോകത്തിന് നൽകുവാൻ കഴിഞ്ഞുവെങ്കിലും ഭാവനയുടെ തലത്തിൽ നിന്നിരുന്ന അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് വിയോജിപ്പുകളും ഏറെയുണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഹോക്കിംഗ് അങ്ങനെ ഒരു സിദ്ധാന്തം ഡെവലപ്പ് ചെയ്യുന്നത്? അതിനുവേണ്ടി അദ്ദേഹം ഒരുപാട് ഭാവനാപരമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒന്ന്, ക്വാണ്ടം ഫിസിക്സിൻ്റെ ബഹുപ്രപഞ്ച വ്യാഖ്യാനം അദ്ദേഹം ആവിഷ്കരിക്കുകയാണ്, ഒന്നാമത്തേത്. രണ്ടാമതായിട്ട് സാങ്കല്പിക സമയം, ഇമാജിനറി ടൈം ഹോക്കിംഗ് ഉപയോഗിക്കുകയാണ്. മൂന്നാമതായിട്ട് ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ പ്രത്യേകമായ ഒരു വ്യാഖ്യാനം അദ്ദേഹം സ്വീകരിക്കുന്നുണ്ട്. ഈ പ്രത്യേകമായ ശാസ്ത്ര സംജ്ഞകളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് ഹോക്കിംഗ് സ്പേസിനും ടൈമിനും അതിർത്തിയില്ല എന്ന് പറയുന്നത്. ഭൂമിയുടെ സർഫസ് പോലെ സ്പിരിക്കലാണ് ഇനീഷ്യൽ കണ്ടീഷൻസ്. ഇത് ഗണിതശാസ്ത്രത്തിൻ്റെ വലിയൊരു വിജയമാണ്. നല്ലൊരു ഗണിതശാസ്ത്രപരമായിട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആണ് ഹോക്കിങ്ങിൻ്റെ തിയറി. ഇതൊരു ട്രിക്കാണെന്നാണ് നിരൂപകർ പറയുന്നത്. ഹോക്കിങ് വളരെ വിഖ്യാതമായ രീതിയിൽ ഗണിതശാസ്ത്രപരമായ ഒരു ട്രിക്ക് ഉപയോഗിച്ചിരിക്കുകയാണ്. അതായത് എല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഭാവനാത്മകമായിട്ട് വളരെ സെൽഫ് എക്സ്പ്ലെയിനബിൾ ആയിട്ടൊരു സിദ്ധാന്തം ആവിഷ്കരിച്ചിരിക്കുകയാണ്. മാത്തമാറ്റിക്സ് വർക്ക്സ് വെരി വെൽ. ഇതിനകത്ത് ഗണിതശാസ്ത്രം നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. ഇത് റിയാലിറ്റി ആണോ? അതാണ് നമുക്ക് വിമർശനപരമായിട്ട് പതിക്കുന്നത്. ഹോക്കിങ്ങിൻ്റെ ചോദ്യം ഇതാണ്: പ്രപഞ്ചത്തിന് അതിർത്തി ഉള്ളിടത്തോളം കാലം നമുക്കൊരു സൃഷ്ടാവുണ്ടെന്ന് പറയാം. അവിടെ സ്പേസിനും ടൈമിനും അതിർത്തിയുണ്ട്. ആ അതിർത്തിക്ക് കാരണമായിട്ടൊരു ദൈവമുണ്ട്. ഇനി പ്രപഞ്ചത്തിന് അതിർത്തിയില്ല എങ്കിലോ പ്രപഞ്ചത്തിന് ആരംഭമില്ല. സ്പേസിനും ടൈമിനും അതിർത്തിയില്ലെങ്കിൽ പ്രപഞ്ചത്തിന് അതിർത്തിയില്ല. എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിന് ആരംഭമില്ല. ആരംഭമില്ലെങ്കിൽ ആരംഭകൻ്റെ ആവശ്യമെന്ത്? അതാണ് ചോദ്യം. വാട്ട് പ്ലേസ് ദെൻ ഫോർ എ ക്രിയേറ്റർ? ഒരു സൃഷ്ടാവിന് പിന്നെ എന്ത് സാങ്കത്യം? ഇതാണ് ഹോക്കിങ്ങിൻ്റെ പ്രപഞ്ചവിജ്ഞാനീയപരമായ നിരീശ്വരത്വ സിദ്ധാന്തം. ഒരു ശാസ്ത്രകാരൻ എന്നതിലുപരി ഒരു തത്വചിന്തകൻ എന്ന തലത്തിൽ നിന്നുകൊണ്ടാണ് അതിവിശാലമായ ഈ പ്രപഞ്ചത്തിൻ്റെ മനുഷ്യയുക്തിക്കതീതമായ യാഥാർത്ഥ്യങ്ങളെ വിശദീകരിക്കുവാൻ സ്റ്റീഫൻ ഹോക്കിംഗ് ശ്രമിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇത്തരം വാദഗതികളെ തള്ളിക്കളയുന്ന ശാസ്ത്രചിന്തകർ ഏറെയുണ്ട്. പൊതുവെ അംഗീകരിക്കപ്പെടാത്തതും ശാസ്ത്രീയ അടിത്തറ അവകാശപ്പെടാൻ കഴിയാത്തതുമായ ബഹുപ്രപഞ്ച സിദ്ധാന്തം ഇന്നും സാങ്കല്പികമായി തുടരുന്ന ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെയും ക്വാണ്ടം തിയറിയുടെയും സംയോജനം, സാങ്കല്പിക സമയം എന്നിങ്ങനെയുള്ള ആശയങ്ങൾ അടിസ്ഥാനമാക്കി സ്റ്റീഫൻ ഹോക്കിംഗ് വിശദീകരിച്ച അതിർത്തിരഹിത പ്രപഞ്ച ദർശനം ഇന്നും ഒരാശയം മാത്രമായി തുടരുന്നു. ഇത് ഭാവനാപരമായ ഒരു സിദ്ധാന്തമാണ്. ശാസ്ത്രീയമായി നിലനിൽക്കുന്ന ഒരു സംഗതി അല്ല ഇത്. ഗണിതശാസ്ത്രപരമായി കൺസിസ്റ്റൻ്റ് ആയതുകൊണ്ട് ഒരു സിദ്ധാന്തപരം യാഥാർത്ഥ്യപരമായിട്ട് നിലനിൽക്കണമെന്ന് നിർബന്ധമില്ല. അതാണ് ഹോക്കിങ്ങിൻ്റെ അതിർത്തിരഹിത സിദ്ധാന്തത്തിന് ശാസ്ത്രീയമായിട്ട് സംഭവിച്ചിരിക്കുന്നത്. ഇങ്ങനെ പറയാൻ കാരണം നമ്മൾ നേരത്തെ ഉന്നയിച്ച ഹോക്കിങ്ങിൻ്റെ 3 വാദഗതികളെ ഒന്ന് പരിശോധിക്കുക. ഒന്ന്, ഹോക്കിങ് ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ബഹുപ്രപഞ്ച വ്യാഖ്യാനമാണ് സ്വീകരിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷേ
ക്വാണ്ടം ഫിസിസിസ്റ്റുകൾ ആരും ഇന്ന് ബഹുപ്രപഞ്ച സിദ്ധാന്ത വ്യാഖ്യാനത്തിനല്ല പ്രാധാന്യം നൽകുന്നത്. നേരെ മറിച്ച് കോപ്പൻഹേഗൻ ഇൻ്റർപ്രിട്ടേഷനാണ് ക്വാണ്ടം ഫിസിക്സിൻ്റേത്. അതാണ് ഇന്ന് പ്രചാരം ആർജിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ശാസ്ത്ര സമൂഹം അംഗീകരിച്ചിരിക്കുന്ന വ്യാഖ്യാനം. അതുകൊണ്ട് ഈ ബഹുപ്രപഞ്ച സിദ്ധാന്തത്തെ വ്യാഖ്യാനത്തെ സ്വീകരിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് ആപേക്ഷികതാ സിദ്ധാന്തവും ക്വാണ്ടം ഫിസിക്സും തമ്മിൽ സ്റ്റീഫൻ ഹോക്കിങ് ഭാവനയിൽ സംയോജിപ്പിക്കുകയാണ്. ഇത് രണ്ടും കൂടെ ഒന്നിപ്പിക്കുക എന്നുള്ളത് ശാസ്ത്രലോകത്തിൻ്റെ ദശാബ്ദങ്ങളായിട്ടുള്ള വലിയൊരു സ്വപ്നമാണ്. ഒരു ഫാദർ തിയറി, മദർ തിയറി, തിയറി ഓഫ് എവരിത്തിങ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് ഒരുമിച്ച് കൊണ്ടുവരിക, ഒരൊറ്റ സൂത്രവാക്യത്തിലേക്ക് ഈ പ്രപഞ്ചം മുഴുവനെയും ഒതുക്കുക, അത് ശാസ്ത്ര സമൂഹത്തിൻ്റെ വലിയൊരു സ്വപ്നമാണ്. അത് പക്ഷേ ഇന്നും സ്വപ്നമായിട്ട് അവശേഷിക്കുകയാണ്. നാളെ ഒരുപക്ഷെ സാക്ഷാത്കരിച്ചേക്കാം. പക്ഷേ ഹോക്കിങ് ഭാവനയിൽ ഈ രണ്ട് സിദ്ധാന്തങ്ങളെയും സംയോജിപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ നോ ബൗണ്ടറി തിയറിയുടെ അടിസ്ഥാനമായിട്ട്. അതും ഇന്നും യാഥാർത്ഥ്യവൽക്കരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് അറിയുക. മൂന്നാമതായിട്ട് ഹോക്കിങ് സാങ്കല്പിക സമയത്തെ ഉപയോഗിക്കുന്നുണ്ട്, ഇമാജിനറി ടൈം. അദ്ദേഹത്തിൻ്റെ ഗണിതത്തിൽ ഈ ഇമാജിനറി ടൈം വലിയ ഒരു ആവശ്യമാണ്. ആയിക്കൊള്ളട്ടെ, ആവാം സാങ്കല്പിക സമയം. പിന്നെ എവിടെ അപ്പോൾ യഥാർത്ഥ സമയം? പിന്നീട് ഹോക്കിങ് പറയും ഈ പറയുന്ന ഇമാജിനറി ടൈം തന്നെയാണ് യഥാർത്ഥത്തിൽ യഥാർത്ഥ സമയം തന്നെ എന്ന്. അതായത് ഒരു സിദ്ധാന്തത്തിൻ്റെ സ്ഥിരതയ്ക്ക് വേണ്ടി, പൂർണ്ണതയ്ക്ക് വേണ്ടി ഒരു സംഗതിയെ ഭാവനാത്മകമായിട്ട് സൃഷ്ടിക്കുകയും പിന്നീട് അതിനടിത്തറയില്ല എന്ന് കാണുമ്പോൾ അതുതന്നെയാണ് യാഥാർത്ഥ്യമെന്ന് അവരോധിക്കുകയും ചെയ്യുക. ഈ മിസ്റ്റേക്കാണ് ഹോക്കിങ് ഇവിടെ വരുത്തുന്നത്. അതുകൊണ്ടാണ് ഹോക്കിങ്ങിൻ്റെ സിദ്ധാന്തത്തിൻ്റെ വിമർശകർ പലരും പറയുന്നത് ഇതൊരു ഗെയിം മാത്രമാണ്, ഇതൊരു ട്രിക്കാ, ഇത് യാഥാർത്ഥ്യമല്ല എന്ന് പറയും. പക്ഷേ നമുക്കറിയാം പൊതുജനം ഇങ്ങനെയുള്ള നൂലാമാലകളിലേക്കൊന്നും പോകാറില്ല. അവർ വിമർശന ബുദ്ധി പൊതുവെ കുറവാണ് സമൂഹത്തിന്. ബുദ്ധിജീവിയായ ഒരു ശാസ്ത്രജ്ഞൻ ദൈവമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയായിരിക്കാം കാര്യമെന്ന് പൊതുവെ അങ്ങ് കരുതുവാനുള്ളത് ആ സാമാന്യ യുക്തി എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പ്രചാരമാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിന് ലഭിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശാസ്ത്രീയമായിട്ട് നോ ബൗണ്ടറി തിയറി അംഗീകരിക്കപ്പെട്ട ഒരു സിദ്ധാന്തമല്ല. മാത്രമല്ല ഒരു 20 വർഷങ്ങളെങ്കിലുമായിട്ട് ഹോക്കിങ്ങിൻ്റെ നോ ബൗണ്ടറി തിയറി ഇന്നും ആരും ചർച്ച ചെയ്യുന്നില്ല. ശാസ്ത്ര സമൂഹത്തിന് ഇതിനൊരു ചരിത്രപരമായ കൗതുകം മാത്രമേ ഇന്ന് നോ ബൗണ്ടറി തിയറി ഉണർത്തുന്നുള്ളൂ എന്നുള്ളത് അറിയുക. നമ്മുടെ കേരളത്തിൻ്റെ കരയിൽ പലപ്പോഴും ഇന്നും സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ നിരീശ്വരത്വമൊക്കെ വളരെ ഫേമസാണ്. പക്ഷേ ശാസ്ത്ര സമൂഹമോ ദാർശനിക സമൂഹമോ അംഗീകരിക്കുന്ന ഒരു സംഗതിയല്ല ഹോക്കിങ്ങിൻ്റെ നോ ബൗണ്ടറി തിയറി എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അദ്ദേഹം ഈ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ടൈമിൽ ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ സ്ഥാനമുണ്ട്, സൃഷ്ടാവിൻ്റെ സ്ഥാനമുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ സൃഷ്ടാവിൻ്റെ സ്ഥാനം എന്ന് ഞാൻ ചോദിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയിലും ഒരു പ്രസംഗത്തിലും അദ്ദേഹം ഒരു എത്തിസ്റ്റാണ് എന്ന് പറഞ്ഞിട്ടേ ഇല്ല. പക്ഷേ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിട്ട്, ഐ ആം ആൻ അൺഅഷെയിംഡ് റിഡക്ഷനിസ്റ്റ്. ഞാനൊരു ന്യൂനീകരണവാദിയാണ്. ന്യൂനീകരണം എന്ന് വെച്ചാൽ അനലൈസ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ്. വേണമെങ്കിൽ യുക്തിവാദിയാണെന്ന് പറയാം. യുക്തിവാദം വിശ്വാസത്തിനെതിരൊന്നും അല്ലേതാ. യുക്തിയിലൂടെ തന്നെയാണ് വിശ്വാസി ആത്മാന്വേഷണം നടത്തുന്നത്. യുക്തിവാദി ദൈവത്തെ അന്വേഷിക്കുന്നത്, യുക്തിയിലൂടെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം അൺഅഷെയിംഡ് റിഡക്ഷനിസ്റ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പ്രപഞ്ചത്തിൻ്റെ ആരംഭം എന്ന ഒരു വിഷയത്തിലൂന്നിയാണ് പ്രപഞ്ചവും ദൈവവും തമ്മിലുള്ള ബന്ധത്തെ സ്റ്റീഫൻ ഹോക്കിംഗ് തൻ്റെ സിദ്ധാന്തങ്ങളിലൂടെ നിഷേധിക്കാൻ ശ്രമിച്ചത്. അത്തരമൊരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ തള്ളിക്കളയുക യുക്തിസഹമല്ല എന്ന് അനവധി ചിന്തകർ അഭിപ്രായപ്പെടുന്നു. കത്തോലിക്ക ദൈവശാസ്ത്രപ്രകാരം സൃഷ്ടിയുടെ സങ്കുചിത നിരീക്ഷണങ്ങൾക്കും അതീതമാണ് സൃഷ്ടാവിൻ്റെ സ്ഥാനം. അതോടൊപ്പം പ്രപഞ്ചത്തിൻ്റെ അതിശയകരമായ നിലനിൽപ്പിൻ്റെ തത്വശാസ്ത്രത്തിൽ അനന്തശക്തിയും സർവ്വവ്യാപിയുമായ
ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുവാനും വിശ്വാസികൾക്ക് കഴിയുന്നു. ഹോക്കിംഗ് ദൈവത്തെ നിഷേധിക്കുന്ന ശാസ്ത്രീയമായിട്ട് ആകട്ടെ, വാദത്തിന് വേണ്ടി നമുക്കത് അംഗീകരിക്കാം. ദൈവമില്ല, നോ ബൗണ്ടറി തിയറി അനുസരിച്ച് ശാസ്ത്രീയമായിട്ട്. പക്ഷേ അതുകൊണ്ട് ദൈവമില്ലാതാകുമോ? ഇല്ല. ഹോക്കിംഗ് ഉത്തരം പറയാത്തൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ദാർശനികമായിട്ട്. പ്രപഞ്ചത്തിന് അതിർത്തി ഇല്ല എങ്കിൽ പോലും ദൈവം ഇല്ലാതാകുന്നില്ല. സ്പേസിനും ടൈമിനും അതിർത്തി ഇല്ലാത്തതുകൊണ്ട് ദൈവം ഇല്ലാതാകുന്നില്ല. കാരണം വീണ്ടും ഒരു സുപ്രധാന ചോദ്യം അവശേഷിക്കുന്നുണ്ട്. വൈ ഈസ് ദർ സംതിങ് റാദർ ദാൻ നത്തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്? ഇത് മുഴുവൻ ഒരു ശൂന്യതയായിരുന്നു കൂടായിരുന്നോ? എന്തുകൊണ്ട് ഇത് അസ്തിത്വത്തിലേക്ക് കടന്നു വരണം എന്നുള്ള ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ്. ഇതിന് ആർഗ്യുമെൻ്റ് ഫ്രം പ്രിൻസിപ്പിൾ ഓഫ് സഫിഷ്യൻ്റ് റീസൺ എന്ന് പറയും തത്വശാസ്ത്രത്തിൽ. എന്തുകൊണ്ട് ഈ പ്രപഞ്ചം നിലനിൽക്കാൻ വേണ്ടി ബോധേഡ് ആകണമെന്നുള്ള ചോദ്യം. അങ്ങനെ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നുണ്ട്, അതിന് ഹോക്കിങ്ങിന് ഉത്തരമില്ല. അതുകൊണ്ട് ശാസ്ത്രീയമായിട്ട് പ്രപഞ്ചത്തിന് ഉത്ഭവമോ അന്ത്യമോ ഒന്നുമില്ല എങ്കിൽ പോലും ഈ പരിമിത യാഥാർത്ഥ്യങ്ങളിൽ മേൽ നിരന്തരമായ അസ്തിത്വ വർഷം നടത്തിക്കൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യമായിട്ട് ദൈവത്തെ കാണാം. അതുകൊണ്ട് ആരംഭവും അവസാനവും ഇല്ലെങ്കിലും ദൈവം ഈ പ്രപഞ്ചത്തിൻ്റെ സഫിഷ്യൻ്റ് റീസണായി ഹോക്കിങ്ങിൻ്റെ സിദ്ധാന്തത്തിലും നിലനിൽക്കും. ഇത് ക്രിസ്തീയ ദൈവശാസ്ത്രത്തിലും ഈ കാഴ്ചപ്പാടുണ്ട്. തോമസ് അക്വിനാസിൻ്റെ ദൈവശാസ്ത്രം അനുസരിച്ച് ഇറ്റേണൽ യൂണിവേഴ്സ്, ആരംഭവും അവസാനവും ഇല്ലാത്ത പ്രപഞ്ചമാണെങ്കിൽ പോലും പ്രപഞ്ചം നിലനിൽക്കുന്നതിന് സാങ്കത്യമുണ്ട്. പ്രപഞ്ചത്തിന് ദൈവമുണ്ടാകുവാൻ പ്രപഞ്ചത്തിനൊരു ഉത്ഭവം ഉണ്ടാകണമെന്നില്ല എന്ന തോമസ് അക്വിനാസും കൂട്ടരും വാദിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ദാർശനികമായിട്ടും ഹോക്കിങ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിലൂടെ ദൈവത്തെ നിഷ്കാസനം ചെയ്തിരിക്കുന്നു എന്നുള്ള വാദഗതി വളരെ ഉപരിപ്ലവമായ ഒരു പ്രസ്താവനയായിട്ട് മാത്രമേ നമുക്ക് കാണുവാനായിട്ട് കാണൂ. പാശ്ചാത്യ ദൈവശാസ്ത്രത്തിലെ ഏറെ പഴക്കമുള്ള ചില ചിന്തകളുടെയും പാശ്ചാത്യ നിരീശ്വര ചിന്തകളുടെയും സ്വാധീനത്തിൽ രൂപപ്പെട്ട ദൈവ അസ്തിത്വ നിഷേധമായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ് നടത്തിയിരുന്നത് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നു. ആരാണ് ദൈവം എന്ന ചോദ്യത്തിൻ്റെ താരതമ്യേന ദുർബലമായ വിശദീകരണത്തിൻ്റെ പിൻബലം അവിടെ കണ്ടെത്താൻ കഴിയും. ആഴമേറിയ കത്തോലിക്ക ദൈവശാസ്ത്ര പഠനങ്ങളുടെ വെളിച്ചത്തിൽ പ്രപഞ്ചത്തിലെ ദൈവിക ഇടപെടലുകളുടെ അർത്ഥതലങ്ങൾ വിശകലനം ചെയ്താൽ ഹോക്കിംഗ് മുന്നോട്ട് വയ്ക്കുന്ന നിരീശ്വരവാദപരമായ ആശയങ്ങൾ അപ്രസക്തങ്ങളായി മാറുന്നു. മാത്രമല്ല, അതിർത്തിരഹിത പ്രപഞ്ച ദർശനം പോലുള്ള ആശയങ്ങൾക്ക് പിന്നിലും ആഴമുള്ള ആത്മീയ ചിന്തകൾക്കുള്ള സാധ്യതകൾ മറഞ്ഞിരിക്കുന്നു. പാശ്ചാത്യ തത്വചിന്തയുടെ ഒരു ചിരകാല ബലഹീനതയായ അല്ലെ രീതിശാസ്ത്രമായ ഒരു ഫസ്റ്റ് കോസിനെ അന്വേഷിച്ച് പോകുന്ന ചട്ടക്കൂടിൽ നിന്ന് മാത്രമേ ഹോക്കിങ്ങിൻ്റെ നോ ബൗണ്ടറി തിയറി ശരിയാണെങ്കിൽ പോലും ദൈവമില്ല എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അത് വളരെ ഉപരിപ്ലവമായ ഒരു ദൈവിക ദർശനമാണ്. ദൈവമെന്ന് പറയുന്നത് പ്രപഞ്ചത്തിൻ്റെ ഫസ്റ്റ് കോസായിട്ടോ അൺമൂവ്ഡ് മൂവറായിട്ടോ ആദിയിൽ മാത്രം എല്ലാത്തിനും കാരണമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമായിട്ടോ മാത്രമല്ല വിഭാവനം ചെയ്യേണ്ടത്. സൃഷ്ടിയായി സൃഷ്ടിയിൽ സൃഷ്ടിയോടൊപ്പം നിലനിൽക്കുകയും ചരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാം. അങ്ങ് ആദിയിലും ഒടുക്കം അവസാനത്തിലും മാത്രം കാണുന്ന ദൈവമല്ല, സൃഷ്ടിയോടൊപ്പം സൃഷ്ടിയിൽ സന്നിഹിതനായിരിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണാം. അത്തരമൊരു ദൈവദർശനം സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ അതിർത്തിരഹിത സിദ്ധാന്തത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ വിഭവങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് വയ്ക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രത്യക്ഷത്തിൽ നിരീശ്വരത്വപരമായിട്ടുള്ള ശാസ്ത്രീയ ദർശനങ്ങൾ പോലും സൂക്ഷ്മബുദ്ധിയെ നമ്മൾ പരിശോധിക്കുകയാണ് എങ്കിൽ ദൈവശാസ്ത്രത്തെ പരിപോഷിപ്പിക്കുവാനും വികസിപ്പിക്കുവാനും വേണ്ട ഒത്തിരി അന്തർധാരകൾ അവയിൽ പേറുന്നവയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ശാസ്ത്രീയ നിരീശ്വരത്വവും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സമ്പുഷ്ടമായ ഒരു ദൈവശാസ്ത്രത്തിന് വേണ്ട വിഭവങ്ങൾ പകർന്നു തരുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആധുനിക ശാസ്ത്രചരിത്രത്തിൽ ദൈവാസ്തിത്വത്തെ നിഷേധിക്കുന്ന വാദഗതികൾ ഉയർത്തിയ ശാസ്ത്രജ്ഞരിൽ പ്രമുഖനായിരുന്നു സ്റ്റീഫൻ ഹോക്കിംഗ്. തൻ്റെ ഗ്രന്ഥങ്ങളിലൂടെയും സിദ്ധാന്തങ്ങളിലൂടെയും അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഏറെ പ്രചാരം നേടിയവയാണ്. എന്നാൽ കൂടുതൽ ആഴത്തിൽ അവയെക്കുറിച്ച് പഠിക്കുമ്പോൾ നാം തിരിച്ചറിയുന്ന വാസ്തവങ്ങൾ വ്യത്യസ്തങ്ങളാണ്. ഒരു ഭൗതിക ശാസ്ത്രജ്ഞൻ്റെയോ ശാസ്ത്രചിന്തകൻ്റെയോ ചിന്താപരിധിക്കുള്ളിൽ ദൈവമെന്ന യാഥാർത്ഥ്യത്തെ പരിമിതപ്പെടുത്തുവാൻ കഴിയില്ല എന്ന് നാം ഇവിടെ തിരിച്ചറിയുന്നു.
ആത്മീയ ബോധ്യങ്ങളും ദൈവിക സത്യങ്ങളും നമ്മുടെ ജീവിതത്തിലും ഈ പ്രപഞ്ചത്തിലും കൂടുതൽ ഉയർന്നു നിൽക്കുന്നു. The purpose of life is to live a life of purpose. അതായത് മനുഷ്യൻ്റെ പേർപ്പസ് ഒരു പർപ്പസുള്ള ലൈഫ് ലീഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ മനുഷ്യനോടുള്ളതാണ്. യാർഡിൻ്റെ സിസ്റ്റം അനുസരിച്ച് ആദ്യം ദൈവം അപൂർണമായ ഇംപെർഫെക്റ്റായ ഒരു ലോകത്തെ സൃഷ്ടിച്ചു. ആ ഇംപെർഫെക്റ്റായ ലോകം പതുക്കെ പതുക്കെ ഇവോൾവ് ചെയ്ത് പൂർണ്ണതയിലേക്ക്, അപൂർണമായ ലോകം പൂർണ്ണതയിലേക്ക് പതുക്കെ പതുക്കെ ഇവോൾവ് ചെയ്തു. അങ്ങനെ ആ എവല്യൂഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ എവല്യൂഷൻ്റെ ആരംഭവും അവസാനവും ആൽഫ പോയിൻറ്റും ഒമേഗ പോയിൻറ്റും ദൈവമാണ്. അതായത് 12-ൽ 3 പേര് പറയുന്നു പ്രപഞ്ചത്തിന് ഒരു ലക്ഷ്യവുമില്ല, അത് അതുപോലെ ഉദിച്ചുയർന്നു വന്നിട്ട് താഴോട്ട് പോകുന്നു, വേറെ ഒന്നുമില്ല എന്ന് 12-ൽ 3 പേര് പറയുന്നു. 7 പേര് പറയുന്നു ഇതിനൊരു മഹത്തായ ഒരു ലക്ഷ്യമുണ്ട്.